നമ്മുടെ വീഡിയോക്കകത്ത് വന്നൊരു കമൻറ്റാണ് ഈ കാണുന്നത്. ഈ കമൻറ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. ഈ ഒരു ചിഹ്നം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ആ ഒരു ചിഹ്നം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ ചിഹ്നം കാണുന്ന ഈ ചിഹ്നം ചില സ്റ്റാറ്റസുകൾ കാണാറുണ്ട്. ആ ചിഹ്നം എങ്ങനെ ഓൺ ചെയ്യാമെന്നാണ് സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ സംശയങ്ങൾ ചോദിക്കാം. സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് വീഡിയോ ആയിട്ട് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. കുറച്ച് മുന്നേ ഏകദേശം ഒരു 2 മാസം മുന്നേറ്റ് വന്ന വാട്സപ്പിനകത്ത് വന്നൊരു ഫീച്ചറാണ്. ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ആ ഒരു ഫീച്ചർ എന്താണ്, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു ചിഹ്നം. അപ്പോൾ ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസിനകത്ത് ആ ഒരു ചിഹ്നം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിഹ്നം എന്താണ്, ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഇതെങ്ങനെ ഓൺ ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു ഫീച്ചർ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് 3 ഡോട്ട് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. അപ്പോൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം പ്രൈവസി എന്നുള്ള ഓപ്ഷൻ. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കുറച്ച് താഴെ ഭാഗത്തേക്ക് വരും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ അലോ ഷെയറിംഗ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നേരത്തെ ആ കമൻറ്റിൽ ചോദിച്ച സുഹൃത്ത് ചോദിച്ച ആ ചിഹ്നം അവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഈ ചിഹ്നം ഇത് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്താൽ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വാട്സപ്പിനകത്ത് സ്റ്റാറ്റസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഓൺ ചെയ്ത് നിങ്ങൾ വാട്സപ്പിനകത്ത് സ്റ്റാറ്റസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു വാട്സപ്പിനകത്തൊരു സ്റ്റാറ്റസ് ഇട്ടു. ആ സ്റ്റാറ്റസ് ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആവശ്യമുണ്ടാകും. അപ്പോൾ അവർ നമ്മോട് ചോദിക്കും, എടാ ആ വീഡിയോ ഒന്ന് അയച്ചു തരുമോ, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ എനിക്കൊന്ന് അയച്ചു തരുമോ, ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അവർക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയായിരിക്കും. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളിത് എനേബിൾ ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്കത് ഷെയർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങളുടെ അനുവാദം തേടേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓൺ ചെയ്തിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടാൽ മതി, അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ അങ്ങനെ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സ്റ്റാറ്റസ് വെച്ചാൽ അതെങ്ങനെ ഷെയർ ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ അത്തരത്തിൽ ആ ഒരു സെറ്റിങ്സ്, നേരത്തെ പറഞ്ഞ സെറ്റിങ്സ് ഓൺ ചെയ്ത് അവർ സ്റ്റാറ്റസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാറ്റസ് ഇട്ട നേരെ താഴെ ഭാഗത്തേക്ക് നോക്കുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് അതേ ഒരു ചിഹ്നം, ആ സുഹൃത്ത് കമൻറ്റ് ബോക്സിൽ ചോദിച്ച അതേ ചിഹ്നം ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇനി താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാപ്ഷൻ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ ഈ ഫോട്ടോ നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് മാറ്റാൻ സാധിക്കും. അതായത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത്തരത്തിൽ ഈ അലോ ഷെയറിംഗ് എന്നുള്ളത് ഓൺ ചെയ്ത് വെച്ച് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ സ്റ്റാറ്റസ് അവരുടെ അനുവാദമില്ലാതെ തന്നെ ഷെയർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് വളരെ യൂസ്ഫുള്ളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.